ന്യായങ്ങളിലും കുറ്റമില്ലാതെ നടക്കുന്നവരും ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കുഞ്ഞുങ്ങൾക്കൊന്നും സന്തോഷമില്ലേ? സന്തോഷമുണ്ട് ഇല്ലേ? സ്തോത്രം. കുറച്ച് വെരി ഗുഡ്. സ്തോത്രം. നമ്മുടെ ചേട്ടന്മാരൊക്കെ അവിടെ ഇങ്ങനെ തിങ്ങിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വായിച്ച തിരുവചന ഭാഗം നമുക്ക് വളരെ സുപരിചിതമാണ്. അവിടെ എന്നെ ആകർഷിച്ച ഒരു കാര്യമാണ് സകല കൽപ്പനകളിലും സ്തോത്രം. ഈ ദിവസങ്ങളിലൊക്കെ നാം ഈ സുവിശേഷം പങ്കുവയ്ക്കുമ്പോഴും തിരുവചനം പങ്കുവയ്ക്കുമ്പോഴൊക്കെ നമ്മോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആർക്കാണ് ഈ വേദപുസ്തകം അനുസരിച്ച് നടക്കാൻ പറ്റുക ഇന്നത്തെ കാലത്ത് അല്ലേ? സ്തോത്രം. ഇത്രത്തോളം സുഖ സൗകര്യങ്ങളും നമ്മൾ അനുഭവിക്കുക അല്ലേ എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ആഹാരവും പാർപ്പിടവും വസ്ത്രം എല്ലാം ദൈവം നന്മകളൊക്കെ തരുന്നുണ്ട് അല്ലേ? അത് തന്നെ ഇല്ലാത്ത ഒത്തിരി പേരുണ്ട്. 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവന്മാർ. 1 നേരം പോലും ഭക്ഷണം കഴിക്കാത്ത ഒത്തിരി പേർ ഈ ലോകത്തിൽ. എന്തിനു വേറെ പറയുന്നു, ഭക്ഷണമില്ലാതെ മരിക്കുന്നവരുണ്ട്. പല രാജ്യങ്ങളിലും ഭക്ഷണത്തിന് വകയില്ലാതെ മരിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ വളരെ ഡെവലപ്ഡായ ഒരു ലോകത്താണ് നാം ജീവിച്ചു വരുന്നത് അല്ലേ? അങ്ങനെയാണ്. ആ നിലയിൽ നാം ചിന്തിക്കുമ്പോൾ ആർക്കാണ് ഈ കർത്താവിൻ്റെ വചനമൊക്കെ കേൾക്കുവാനും അത് അനുസരിച്ച് മുന്നോട്ട് പോകാനും കഴിയുക എന്നതിനെ പറ്റി നാം ഓർക്കാറുണ്ട് അല്ലേ? 1-2 പേര് നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് പരിചയപ്പെടുത്തുക. നമുക്കറിയാം, ഈ എനിക്ക് മനസ്സിൽ വന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ലേഖനം, ഒരു പ്രിയപ്പെട്ടവൻ എഴുതിയ ലേഖനം വായിപ്പാനായിട്ട് ഇട വന്നു. അതിനകത്ത് യാഗത്തെ പറ്റിയും ദൈവം പ്രസാദിക്കുന്ന അനുഭവത്തെ പറ്റിയൊക്കെ ഒന്ന് വായിപ്പാനായിട്ട് ഇടയായി. എനിക്ക് വളരെ ഒരു ദൈവമക്കളുമായി 1-2 കാര്യം അതുമായി പറയണമെന്ന് തോന്നി. സ്തോത്രം. നമുക്കറിയാം, ഈ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന് 5-ാമത്തെ വാക്യത്തിൽ കടന്നു വരുമ്പോൾ കയീൻ, പിന്നെ ആരാണ്? ആബേൽ അല്ലേ? ഈ 2 പേരെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. സ്തോത്രം. ഈ 2 പേരുടെ ഇടയിൽ നടന്ന ആ വലിയ പ്രശ്നത്തെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. 2 പേരും ദൈവസന്നിധിയിൽ എന്തു ചെയ്താണ്? യാഗം അർപ്പിക്കുവാനായിട്ട് കടന്നു വന്നു. സ്തോത്രം. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചു? ഒന്ന് വായിച്ചേ, എടുത്തവർ വായിച്ചേ, കുഞ്ഞുങ്ങൾ വായിച്ചേ. ബോയ്സ് പെട്ടെന്ന് വായിച്ചേ. ഉൽപ്പത്തി 4:5. കയീന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി. മതി. ഇവിടെ ശ്രദ്ധിക്കണമേ, 2 പേർ യാഗം അർപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ കടന്നു വരിക. അപ്പോൾ ഒരാൾ യാഗം അർപ്പിക്കാൻ കൊണ്ടുവന്നത് എന്തിനായിരുന്നു? ആണ്ടിനായിരുന്നു. മറ്റുള്ളവൻ തൻ്റെ വിളവിൽ നിന്ന് കുറച്ചെടുത്ത് എന്തു ചെയ്തു? ദൈവസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഒന്ന് രക്തം ചൊരിഞ്ഞ് എന്തു ചെയ്തു? ദൈവത്തെ യാഗത്തുകൊണ്ട് പ്രസാദിപ്പിച്ചു. മറ്റൊരുവനോ തൻ്റെ വിളവിൽ നിന്ന് ഒന്നെടുത്ത് ദൈവസന്നിധിയിൽ വന്നു. എന്നാൽ അത് ദൈവം പ്രസാദിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നു. സാധാരണ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിക്കുമ്പോൾ അവരിങ്ങനെ പറയുന്നത്, എന്തുകൊണ്ടാണ് ദൈവം കയീനിൽ പ്രസാദിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ്, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോട്, എന്തുകൊണ്ടാണ്? കഥ കേട്ടിട്ടില്ലേ? കഥയല്ലേ? വേദപുസ്തകത്തിൽ അവിടെ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഒന്ന് പറഞ്ഞേ. അയ്യോ, നിങ്ങളതിൻ്റെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടേ ഇല്ലേ നിങ്ങളെ? ഇനി ടീച്ചർമാരോട് ചോദിക്കേണ്ട വരും. കയീന്റെയും ഹാബേലിന്റെയും അനുഭവം പഠിച്ചിട്ടുണ്ടോ? ലിസൺ ഹിയർ. എവിടെയാ? എന്തുകൊണ്ടാണ് ദൈവം പ്രസാദിക്കാതിരുന്നത്? കയീനിൽ എന്തുകൊണ്ടാണ് പ്രസാദിക്കാതിരുന്നത്? കുഞ്ഞുങ്ങളെ, ആർക്കും ഒരു പിടിയില്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്? അവിടെ ചേട്ടന്മാരൊന്ന് പറഞ്ഞ്, ബോയ്സ് 10ാം ക്ലാസ് കഴിഞ്ഞവരൊക്കെ ഒന്ന് പറഞ്ഞ്, എന്തുകൊണ്ടാണ്? പെട്ടെന്ന് പറ, എന്റെ സമയം പോന്നു. അയ്യോ, ആർക്കും അറിയത്തില്ല. നമ്മൾ സാധാരണ സൺഡേ ക്ലാസ്സിൽ പറയുന്നത് രക്തം ചൊരിഞ്ഞിട്ടാണ് ഹാബേൽ എന്ത് ചെയ്തത്? ദൈവത്തെ അല്ലേ, ഒരു ആട്ടിൻകുട്ടിയെ ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ പറഞ്ഞു കയീൻ രക്തം ചൊരിയാത്തത് കൊണ്ടാണ്, കയീൻ രക്തം ചൊരിയാത്ത ഒരു യാഗം അർപ്പിക്കാത്തത് കൊണ്ടാണ് അവനിൽ പ്രസാദിക്കാതിരുന്നതെന്നാണ് നമ്മുടെയൊക്കെ ഒരു ചിന്ത. അങ്ങനെയല്ലേ നാം പറയുന്നത്? സാധാരണ അങ്ങനെയല്ലേ നമ്മൾ കുഞ്ഞുങ്ങളെങ്ങനെ പഠിക്കും? അങ്ങനെയല്ലെന്ന്. അങ്ങനെയാണോ?
അല്ലേ? അതെ, കറക്റ്റാണ്. ഇപ്പം വായിച്ച വചനം ഒന്നുകൂടെ അലക്സ് ഒന്ന് ഉറക്കെ വായിച്ചപ്പോൾ അതിനകത്ത് കിടപ്പുണ്ടത് സംഗതി എന്താണെന്ന്. ഞങ്ങൾ ആൻസർ അവിടെ കിടപ്പുണ്ട്. നാം ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വന്നിരിക്കുക. ഇന്നത്തെ ദിവസം ഇത് ആരാധനയുടെ ഒരു പ്രത്യേകത അല്ലേ? ആരാധനയ്ക്കായി ആഴ്ചയുടെ പ്രാരംഭ ദിനം നാം ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ നാം ഏത് നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാൻ വേണ്ടിയാ. ഒന്ന് വായിച്ചേ അലക്സേ. കയീനിലും അവന്റെ വഴിപാടിലും. കയീനിലും, അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. കയീനിലും അവന്റെ വഴിപാടിൽ, യാഗത്തിലും ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. എന്ന് പറഞ്ഞാൽ വഴിപാടല്ല ഇമ്പോർട്ടന്റ്, എന്ന് പറഞ്ഞാൽ യാഗവസ്തുവല്ല കർത്താവിന് എന്ത് പ്രധാന്യത, കൊണ്ടുവരുന്ന വ്യക്തിയാ ഇമ്പോർട്ടന്റ്. ഒരു സ്തോത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഈ പകൽ നാം നമ്മുടെ അധരങ്ങളിൽ നിന്ന് അർപ്പിക്കുന്ന സ്തോത്രത്തിന് പ്രാധാന്യത ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷെ അത് പറയുന്ന നമുക്കാണ് ദൈവസന്നിധിയിൽ ഇമ്പോർട്ടൻസ്, പ്രാധാന്യത. ഏത് നിലയിൽ ആമേൻ കയീൻ ദൈവസന്നിധിയിൽ തന്റെ വിളവിന്റെ ശേഖരം അർപ്പിച്ചുവോ എന്നുള്ളതല്ല, കയീന്റെ മനോഭാവം എന്തായിരുന്നു, അവിടെയാണ് ഇമ്പോർട്ടൻസ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അല്ലേ? ഇതിനോട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ചേ. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ? ആരാ വാതിൽക്കൽ കിടക്കുന്നത്? ശ്രദ്ധിക്കണമേ, പാപം വാതിൽക്കൽ കിടക്കുന്ന കയീനാണ് എവിടെ കയറി വന്നത്? ദൈവസന്നിധിയിൽ. മനസ്സിലായി? ദൈവസന്നിധിയിൽ യാഗം അർപ്പിക്കുവാൻ യാഗവസ്തുവുമായി വന്നത്. യാഗവസ്തു ഞാൻ കൊണ്ടുവന്നല്ലോ. ഒരു ചെറിയ സ്തോത്രമാകട്ടെ, വലിയ സ്തോത്രമാകട്ടെ, അന്യഭാഷയാകട്ടെ, മറ്റൊരാൾ ഹല്ലേലൂയ, മറ്റൊരാൾ ഗ്ലോറി, ഏതൊക്കെ നിലയിൽ ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിലും പാപം വാതിൽക്കൽ കിടന്നു എന്ന് പറഞ്ഞാൽ അതിനെ ചവിട്ടിയിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങനെയല്ലേ? പുറത്ത് വന്നിട്ടാണല്ലോ യാഗം അർപ്പിച്ച് എന്ന് പറഞ്ഞാൽ പാപത്തിൽ കൂടെ യാത്ര ചെയ്തിട്ടാണ് കയീൻ എവിടെ എത്തിയത്? യാഗവസ്തുവുമായി ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കുവാൻ കടന്നു വന്നത്. ഈ പകൽ അതീവ ശ്രദ്ധയോടെ വേണം ദൈവജനം ദൈവത്തെ ആരാധിപ്പാൻ. സ്തോത്രം. നമുക്കറിയാം, നാം ഈ ചർച്ചിന്റെ പണിയോടെ ബന്ധത്തിൽ ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആമേൻ അതിന്റെ ബന്ധത്തിൽ ദൈവമക്കൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഇവിടെ പറയുന്ന ഒരു കാര്യം, സ്തോത്രം, ഞാൻ നിന്നിൽ പ്രസാദിക്കുന്ന ദൈവമാ, പക്ഷേ ആമേൻ നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ കയീനെ നിന്റെ യാഗം അത് ആമേൻ ആട്ടിൻകുട്ടിയോ അത് വേണമെങ്കിൽ ഒരു കാളക്കിടാവോ ആകട്ടെ, എനിക്കതിൽ പ്രസാദിപ്പാൻ കഴിയുകയേ ഇല്ല. കാരണം നീ നന്മ ചെയ്യുന്നവനായിരിക്കണം. ദൈവം പറഞ്ഞു കയീനെ നിന്നിലും കയീനിലും. സ്തോത്രം. അതാണ് ഇമ്പോർട്ടന്റ് പ്രിയപ്പെട്ടവരെ. ആമേൻ ഹല്ലേലൂയ. ഇനി ഹാബേലിന്റെ കാര്യം പറഞ്ഞാൽ എങ്ങനെയാ? ഹാബേലിന്റെ കാര്യത്തിൽ എങ്ങനെയാ? ഹാബേൽ ആടിലല്ല എന്ത് ചെയ്തത്? ദൈവം പ്രസാദിച്ചത്. ഹാബേലിന്റെ ആടിനകത്താണോ ദൈവം പ്രസാദിച്ചത്? അല്ല, ആളിനകത്താണ്. ഏതിനകത്തായിരുന്നു? ആടല്ല പ്രശ്നം, പിന്നെ എന്താ പ്രശ്നം? ആളിനവല്ല കേട്ടോ. ദൈവസന്നിധിയിൽ നാം ചിലവിടുന്നതിനല്ല ഇമ്പോർട്ടൻസ്, നമ്മൾ എത്ര കോടി രൂപ കൊടുത്താലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹാബേലേ, നീ ദൈവസന്നിധിയിൽ പ്രസാദമുള്ളവൻ ആകണമെന്നുണ്ടെങ്കിൽ ആമേൻ നിന്റെ അകത്ത് പാപം പാടില്ല അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? കയീനോടാ പറഞ്ഞുള്ളൂ നിന്റെ വാതിലിൽ പാപം കിടക്കും. ആബേലിനോട് പറഞ്ഞു ഇല്ലെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അവൻ പാപത്തിൽ നിന്ന് വേർതിരിഞ്ഞിരിക്കുന്നവനാ. അവൻ പാപത്തോട് ആമേൻ ഹല്ലേലൂയ അതേ സ്തോത്രം മുഖം തിരിച്ചു നിൽക്കുന്നവനാ. അവന്റെ ജീവിതത്തിൽ പാപത്തിന്റെ കണികകൾ ഉണ്ടായിരുന്നുവെങ്കിൽ സ്വർഗം അവന്റെ ആരാധനയെ സ്വീകരിക്കത്തില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധിയിൽ 2.5 മണിക്കൂർ സമയം ചെലവിടുമ്പോൾ നാം പറയുന്ന സ്തോത്രത്തെയും നമ്മുടെ ആരാധനയെയും ദൈവം സ്വീകരിക്കണമെങ്കിൽ ഹൃദയത്തിന്റെ ഭിത്തികളിൽ എഴുതിക്കൊള്ളുക, പാപം നമ്മുടെ ഹൃദയത്തിനകത്ത് അതിന് സ്ഥാനം ഉണ്ടാകുവാൻ പാടില്ല. പാപത്തിൽ നിന്ന് നാം മാറി നിൽക്കേണ്ടവരാ.
എന്നെ ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമേ. പ്രൈസ് ഗോഡ്. പാപം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നിങ്ങളുടെ വാതിലിൽ കിടക്കുകയാണ്. ഇന്ന് പാപം ചെയ്യുവാനുള്ള ടെൻഡൻസി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള എല്ലാ മസാലകൾ, അങ്ങനെയല്ല നാം പറയുന്നത്, മസാലകൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രൈസ് ഗോഡ്. നാം ഒന്ന് സമ്മതം മൂളിയാൽ മതി. ഏതൊക്കെ നിലയിൽ ദൈവകൃപ തെറ്റി ദൈവത്തിൽ നകന്ന് ലോകത്തിന് അനുരൂപരായി ഓടുവാൻ ഒത്തിരി സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ അതിന്റെ മധ്യേയും ദൈവത്തിന് കൊള്ളാകുന്നവരായി ജീവിക്കുന്ന യോസെഫുമാരുമുണ്ട്. അതിനകത്തും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദാനിയേലുമാരുണ്ട്. അതിന്റെ അകത്തും ദൈവകൃപ സംരക്ഷിച്ച് നിലനിർത്തുന്ന എസ്തേർമാരുണ്ട്. അതിന്റെ മധ്യയും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന പൈതൽ വളർന്നു, അവൻ ജ്ഞാനം പ്രാപിച്ചു. യേശു കർത്താവ് ആ കുഞ്ഞിന്റെ അനുഭവമുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ പകലെന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ, പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവം ആരാധനയിൽ പ്രസാദിക്കുക ഇല്ല എന്ന് മാത്രമല്ല, നിത്യത നമുക്ക് അന്യമായി തീരും. നമ്മളിവിടെ കൈകൊട്ടും പാടും ചെയ്യുന്ന പുറകിലെ ലക്ഷ്യം എന്താ? വൺ ആൻഡ് ഓൺലി വൺ എയും. എന്താണത്? നമ്മളാർക്കറിയാം. വൺ ആൻഡ് ഓൺലി എന്താണത്? എറ്റേർണിറ്റി. എന്താണ്? നിത്യതയാ. അത് കൈവിട്ടു പോകാൻ ഇടവരരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 5:23 ഒന്ന് വായിച്ചേ. ശ്രദ്ധിക്കണമേ, നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ തിരുവചന ഭാഗമാണ്. നീ യാഗപീഠത്തിന്റെ മുമ്പിൽ എന്തു ചെയ്യണം? നിന്റെ യാഗവസ്തുവിനെ അവിടെ വെച്ചേക്കണം. പിന്നെ ഒന്നാമത് എന്താ ചെയ്യുക? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്ന അവിടെ? ഒന്നാമത് ചെന്ന്, അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞത്? ഒന്നാമത് ചെന്ന്. അതാണ് ദൈവത്തിന് പ്രയോറിറ്റി, ഇമ്പോർട്ടൻസ്, പ്രാധാന്യത. സ്തോത്രം. അല്ലാതെ നമ്മളിവിടെ അലറി കൂവി ഒരു സ്തോത്രം പറഞ്ഞതുകൊണ്ടോ ഒരു ഗ്ലോറി പറയുന്നതൊന്നുമല്ല. ദൈവത്തിന് അതിന് പ്രാധാന്യത ഉണ്ട്. ദൈവം അതിൽ പ്രസാദിക്കണമെങ്കിൽ, അതിന് വിലയിടണമെങ്കിൽ, അതിന് മാർക്കിടണമെങ്കിൽ, ദൈവം അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, ശ്രദ്ധിക്കണമേ. ഒന്നാമത് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? നിന്റെ അല്ലെങ്കിൽ സഹോദരനുമായിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? നിരന്നുകൊള്ളുക. നിരന്നുകൊള്ളുക. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്നുള്ളത് നഷ്ടപ്പെട്ടു പോയ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നിരപ്പിക്കാനാ, അല്ലെ? ഒരു ശുശ്രൂഷയാ കർത്താവ് ക്രൂശിമേൽ ചെയ്തത്. നിരപ്പിന്റെ ശുശ്രൂഷയാ. അത് ചെയ്യുന്നതിന് മുന്നമേ യേശു പറഞ്ഞു, നീ എന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നീ നിന്റെ സഹോദരനുമായി ഒന്നാമത് ചെയ്യേണ്ടത് നിരന്നുകൊള്ളുക. നിരന്നുകൊള്ളുക. ഈ പകൽ ദൈവത്തിന് ഒരു സ്തോത്രം അർപ്പിക്കുന്നതിന് മുന്നമേ, ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിന് മുന്നമേ, ദൈവത്തെ ആരാധിക്കുന്നതിന് മുന്നമേ, ഹോരേബ് ദൈവസഭയിലെ ദൈവജനമേ, നിനക്ക് നിന്റെ സഹോദരനോടോ സഹോദരിയോടോ നിന്റെ ഉറ്റവരോടോ അയൽപ്പക്കക്കാരോടോ ബന്ധുമിത്രാദികളോടോ എന്തെങ്കിലും ഹൃദയത്തിൽ ഇഷ്ടക്കേട് ഉള്ളതായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വിരോധമായിട്ടുള്ളതുണ്ടെങ്കിൽ, ഭാര്യയോടോ ഭർത്താവിനോടോ കുഞ്ഞുങ്ങളോടോ ഉണ്ടെങ്കിൽ, ആദ്യമേ എന്ത് ചെയ്യാനാ പറഞ്ഞത്? നിരന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഒരു നിരപ്പ് പ്രാപിക്കുക. സ്തോത്രം. തെറ്റിപ്പോയി, ക്ഷമിക്കണമേ. വരാരുതായിരുന്നു, എന്നാൽ വന്നു പോയി, അറിവില്ലായ്മ കൊണ്ട ക്ഷമിക്കണമേ എന്നൊരു വാക്ക് പറയുമ്പോൾ സ്വർഗം നിനക്ക് വേണ്ടി അവിടെ കണക്കിടും. നിന്റെ സ്തോത്രത്തിനൊരു മാർക്കിടും, നിന്റെ ആരാധനയ്ക്ക് ഒരു മാർക്കിടും, നിന്റെ ഗ്ലോറിക്ക് ഒരു മാർക്കിടും. അത് നിന്റെ ജീവിതത്തിനും തലമുറകൾക്കും ഒരു അനുഗ്രഹമായി മാറും. അതില്ലാത്തിടത്തോളം കാലം സ്തോത്രം. കർത്താവിന് നമുക്ക് വായിക്കുമ്പോൾ പറയാൻ പറ്റുന്നു. പ്രൈസ് ഗോഡ്. ഒന്ന് അതിന് താഴോട്ട് നമുക്ക് ഒന്ന് വായിച്ച മക്കളെ. അതിന്റെ ഇപ്പൊ വായിച്ചതിന്റെ 5:24 കൂടെ ഒന്ന് വായിച്ചു. ഓർമ്മ വന്നാൽ, അല്ലേ? അങ്ങനല്ലേ? പിന്നെ വന്നാ മതി. സ്തോത്രം. പിന്നെ വന്ന്
എന്തു ചെയ്യണം? സ്തോത്രം പറയണം. ആരാധന ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനിടയാകണം. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? അത് സ്വീകരിക്കും. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കണമേ, പല യോഗങ്ങളും, യാഗങ്ങളല്ല, നമുക്കെന്താണ്? നമുക്ക് യാഗമില്ല, നമുക്ക് എന്തുള്ളേ? യോഗങ്ങളാണ് അല്ലേ? പല യോഗങ്ങളും ഏത് നിലയിലാണ് പോകുന്നത്? ഈ കയ്യിൻ്റെ ആരാധന പോലെയാ സ്തോത്രം. പല യോഗങ്ങളും കയ്യിൻ്റെ യാഗം പോലെയാണ്. അടുത്തിരിക്കുന്ന സഹോദര സഹോദരിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? തുറന്ന് ഒരു കൈ കൊടുക്കുവാനോ ഒന്ന് പുഞ്ചിരിക്കുവാനോ കഴിയത്തില്ല. ഈ പകൽ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ അടുത്തിരിക്കുന്ന എല്ലാവർക്കും കൈ കൊടുത്തേച്ച് വേണം പോകാൻ. സ്തോത്രം കേട്ടോ. കുഞ്ഞുങ്ങൾ അങ്ങനെ കൈ കൊടുത്തിട്ട് വേണം പോകാൻ കേട്ടോ. ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും മൊബൈലും കൊണ്ട് തോണ്ടാൻ വേണ്ടി പുറത്ത് പോയി നിൽക്കരുതെന്ന് ഇപ്പോഴേ പഠിച്ചോണം. സ്തോത്രം. ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് കൈ കൊടുത്ത് പിന്നെ പാസ്റ്റർക്കൊക്കെ ഒന്ന് കൈ തരണം. പാസ്റ്ററോട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിലൊന്ന് ചെവിയിൽ വന്ന് പറയണം, പാസ്റ്റർ ഇന്ന വിഷയത്തിന് പ്രാർത്ഥിക്കും. പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അഷേർ പറയും. മോൻ പറയത്തില്ലേ? ലക്കാൻ പറയത്തില്ലേ? പറയത്തില്ലേ ലക്കാശ? ഇവിടെയുണ്ട്. പറയത്തില്ലേ? പറയണം. പാസ്റ്ററോട് വന്ന് പറയണം, പാസ്റ്റർ എനിക്ക് പരീക്ഷ ഇന്ന വിഷയം പഠിച്ചിട്ട് കിട്ടുന്നില്ല. സ്വകാര്യമായിട്ട് കൈയൊക്കെ തന്നിട്ട് പറയണം. സഭയിൽ പ്രാർത്ഥിക്കുന്ന ആൾക്കാരോട് പറയണം, പറയാതിരിക്കരുത്. സ്തോത്രം. അപ്പോൾ എന്തു ചെയ്യണം? സഹോദരങ്ങളുമായി കൈ കൊടുക്കണം. ഈ സഹോദരനോ സഹോദരിയോ കൈ കൊടുക്കാതെ നമ്മൾ എത്ര കൈ ഉയർത്തി പ്രാർത്ഥിച്ചാലും, എത്ര ഗ്ലോറിയും സ്തോത്രം പറഞ്ഞാൽ അതൊക്കെ എവിടെ അടിച്ചു താഴെ വിടും. ഇതിന് മോളില് എനിക്ക് തോന്നുന്നു അങ്ങനെയാ. എൻ്റെ ഭാവന എന്ന് പറയും, ഈ റൂഫിനകത്ത് അടിച്ചത് എല്ലാം താഴോട്ട് ചറപറ താഴോട്ട് വീഴും. ഇതൊന്നും മുകളിലേക്ക് സ്തോത്രം എന്ന യാഗമൊന്നും ദൈവം ഒന്നും ചെയ്യില്ല, സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ദൈവത്തെ ആരാധിപ്പാനായി നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിരപ്പ് പ്രാപിക്കണം. പപ്പായോടോ മമ്മിയോടോ എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, നിങ്ങളെല്ലാം നല്ല കുഞ്ഞുങ്ങൾ, ദേഷ്യമൊന്നുമില്ല, ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞോളൂ അല്ലേ? സ്തോത്രം. നിങ്ങൾ എന്ത് ചെയ്യണം? പപ്പ ഞാൻ ദേഷ്യപ്പെട്ടു, മമ്മി എന്നോട് ക്ഷമിക്കണം, പപ്പ എന്നോട് ദേഷ്യപ്പെട്ടു, എന്നോട് ക്ഷമിക്കണം. ആൽവിൻ പറയത്തില്ലേ? ജോഷോ പറയത്തില്ലേ? ജോഷോ പറയും. അപ്പോൾ പ്രൈസ് ഗോഡ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞേച്ച് വേണം എന്ത് ചെയ്യാൻ വേണ്ടി. അടുത്ത ആഴ്ച തൊട്ട് അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങളൊന്നും എഴുന്നേറ്റ് നിൽക്കണ്ട, കൈപ്പൊക്കിയാൽ മതി. ചെയ്തില്ലേ? ആമ്പിളേര് എങ്ങനെയാണ് കൈപ്പൊക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആമ്പിളേര് കൈപ്പൊക്കുന്നത് ഇങ്ങനെയാണ്. ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്തോത്രം. എന്നാലും ഇങ്ങനെയൊക്കെ ആട്ടണ്ട, ഇങ്ങനെയൊക്കെ പൊക്കിയാൽ മതി. സ്തോത്രം. അപ്പൊ നിങ്ങൾ പറയണം കേട്ടോ, നിരപ്പ് പ്രാപിച്ചോണം ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ. അതിനൊരു പ്രത്യേക പവറുണ്ട്. ദൈവം അത് സ്വീകരിക്കും. അന്ന് ഏത് കാഠിന്യമേറിയ വിഷയമായ ദൈവസന്നിധിയിൽ കടന്നു വന്നു എഴുതി വെച്ചു, അതിനൊരു വലിയ വിടുതൽ ദൈവസന്നിധിയിൽ പ്രാപിപ്പാൻ കഴിയും. ഈ പകൽ നാം അനുഭവിക്കുന്ന ചില കഷ്ടതകൾക്കും പ്രയാസങ്ങൾക്കൊക്കെ നമ്മുടെ മനസ്സിനകത്തുള്ള ചില നീരസങ്ങളും പ്രയാസങ്ങളാണ്. ആമേൻ, ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളി തൊണ്ട് പൊളിക്കുന്ന രീതിയിലുള്ളൂ. എല്ലാം പൊളിച്ചു വരും. ഇതിനകത്ത് സത്യത്തിൽ ഒന്നും ഇല്ലതാനും. സ്തോത്രം. അതങ്ങടെ ഏറ്റു പറഞ്ഞാൽ മതി. ഒരു ഫോൺ വിളിയിൽ ഒതുങ്ങുന്ന കാര്യമേ ഉള്ളൂ. സ്തോത്രം അല്ലേ? വേണമെങ്കിൽ ഒരു വാട്സപ്പ് ഉണ്ടല്ലോ, ഒരു മെസ്സേജ് അങ്ങ് വിട്ടു, അറിയാതെ വന്നു പോയൊരു പ്രയാസമാണ്, അതെന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റിദ്ധാരണ പറ്റി. സ്തോത്രം. അവിടെ കൊണ്ട് അതങ്ങ് തീർന്നോ ഇല്ലയോ? തീർന്നു. സ്തോത്രം. അവിടെ കൊണ്ട് അതങ്ങ് ക്ലോസ് ചെയ്യുക, അതങ്ങ് നീട്ടി വലിച്ചു പോകണം. പിന്നെ അതിനെപ്പറ്റി എന്ത് ചെയ്യരുത്? സംസാരിക്കേ വേണ്ട, ചിന്തിക്കേ വേണ്ട. പക്ഷെ മറ്റേ പുള്ളി വെറുതെ ഇരിക്കില്ല. ആ പുള്ളി എന്ത് പറയും? അതിന്റെ പുറകിൽ ഇങ്ങനെ ഓരോ കാരണം ഇടും. എല്ലേലും അങ്ങനെ പറയാമായിരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് തോന്നും? കഴിഞ്ഞ ദിവസം എസ്തേറേച്ചി ഇവിടെ യൂത്ത് മീറ്റിങ്ങിനകത്ത് പറഞ്ഞപ്പോൾ ഒരു കഥ പറയും. ഒരാള് ചർച്ചിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ ഹോളിന് എവിടെ കയറി? തന്റെ കൂട്ടുകാർ വിളിച്ച് മദ്യപാനത്തിന് വേണ്ടി കയറ്റി. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു കൊടുപ്പ ആളുണ്ട് അല്ലേ? ആ കഥ നിങ്ങളെല്ലാവരും കേട്ടതാ, വിശദീകരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുവാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കയ്യിനെ പാപം നിന്റെ വാതിലിൽ കിടക്കുക, എങ്ങനെയെങ്കിലും നിന്നെ എന്ത് ചെയ്യാൻ? കമത്തി അടിക്കാൻ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവനെങ്കിലും കമത്തി അടിക്കാൻ, അവനെങ്ങ് നിലം പരിചയാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. എന്നാൽ അതിൻ്റെ മധ്യേയും എന്ന് പറഞ്ഞാൽ അന്ന് കയ്യിന് പറ്റിയെങ്കിൽ ഇന്ന് ഏറ്റവും സുഖസൗകര്യങ്ങളുള്ള ഈ ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളാ 90s കിഡ്സ്. ഏതാണ്? നിങ്ങളാ. ആരാണ്? 90-ന് ശേഷം ജനിച്ചവരൊക്കെ. ഞങ്ങളൊക്കെ 70-നും 80-നും ഇടയിലും ജനിച്ചവരാണ്. 90-ന് ശേഷം ജനിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാ. എത്ര സുഖസൗകര്യങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. സ്തോത്രം. ഞങ്ങളൊക്കെ ഒരു വള്ളി നിക്കറും ഇട്ടുപോയവരാ.
സ്തോത്രം. നിങ്ങൾ ഇപ്പോൾ ജനിച്ചു വീഴുമ്പോഴേ ജീൻസാ. ഞങ്ങൾക്ക് ഒരു ജീൻസ് ഇടാൻ കൊതിച്ച നാളുകളുണ്ട്. സ്തോത്രം. ഒരു ഷൂ ഇടാൻ വേണ്ടി അപ്പൻ്റെ പാൻറ് വെട്ടി നമുക്ക് പാൻറ് തയ്ച്ച സന്ദർഭമൊക്കെ ഉണ്ട്. സ്തോത്രം. ഒരു പാൻറ് ഇടാൻ കൊതിച്ചിട്ടുണ്ട്. സ്തോത്രം കേട്ടോ. ഇന്ന് ജനിച്ചു വീഴുമ്പോൾ അപ്പനമ്മ ചോദിക്കുക എത്ര ഉടുപ്പ് വേണം, എത്ര ഡ്രസ്സ് വേണം, ചുരിദാർ. ഇന്ന് തുറന്നാൽ ചുരിദാർക്ക് ഇങ്ങനെ അട്ടിയിട്ടിരിക്കുക. സൺഡേ വരുമ്പോൾ ഏത് ഇടണമെന്നുള്ളതാ വിഷയം അല്ലേ? ഇതൊക്കെ ഉപദേശിമാർ പ്രസംഗിക്കുന്ന കാര്യമാണ്. പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ പാസ്റ്ററെ ഷർട്ട് തപ്പി തപ്പി ഊപ്പാടത് ഏതാ ഇടണ്ടേന്നാണ് കൺഫ്യൂഷൻ. ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ, ഒരു യോഗത്തിന് പോകുമ്പോൾ അങ്ങനെ സമൃദ്ധിയുടെ അനുഭവം നൽകി. പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഒന്ന് നഷ്ടപ്പെട്ടു. ദൈവത്തോടുള്ള പ്രതിബദ്ധത, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള കൃതജ്ഞത, ഇതെല്ലാം നമ്മുടെ വഴിയാത്രയിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെ, സ്തോത്രം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. ഞങ്ങൾക്ക് സഭയ്ക്ക്, ദൈവസഭയ്ക്ക് ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ദൈവം നൽകി. അമ്മേ, നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് വി ആർ പ്രൗഡ് ഓഫ് യു, അങ്ങനെയാണ് പറയുന്നത് അല്ലേ? വി ആർ പ്രൗഡ് ഓഫ് യു അല്ലേ? ഞാൻ കണ്ടു ഇന്നലെ നമ്മുടെ ബസ്സിലേക്ക് അതിന്റെ മണ്ടേ കയറിയോടെ ട്യൂബ് കെട്ടുന്നു. പറയണ്ട ആമേൻ. ഓരോ കാര്യങ്ങൾ അങ്ങ് നമ്മൾ പറയണ്ട. ഇനി പറഞ്ഞാൽ തന്നെ അത് നോ എന്ന് അവർ പറയത്തില്ല. അവർ ചെയ്യാൻ മനസ്ഥിതിയുള്ള കുഞ്ഞുങ്ങളാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം വിജോ വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ വിജോ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇവിടെ ചെയ്യാം. നെറ്റൊക്കെ കിട്ടിയത് ഇന്നലെ വിജോയാ. ഞാൻ പറഞ്ഞൊരു കാര്യം എന്തെന്ന് അറിയാമോ? നമ്മൾ ആരും കമ്പൽ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്കറിയാം അവരുടെ സഭയാണ്, അത് അവരുടെ സഭയാണ്. അവർക്കറിയാം എന്താണ്. നമ്മളൊക്കെ കിളവനും കിളവത്തിയായി ഇപ്പൊ തന്നെ ഈ പരുവായി. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവരാണ് എന്ത് ചെയ്യണത്? സഭ അഡ്മിനിസ്ട്രേഷൻ നിങ്ങളുടെ കയ്യിലാണ്. ഇതങ്ങോട്ട് ഏൽപ്പിക്കും. ഞങ്ങളൊക്കെ എന്ത് ചെയ്യും? റിട്ടയർമെന്റ് ലൈഫ് ആഘോഷിക്കും. നിങ്ങൾ വലുതും തന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫ് ആഘോഷിക്കും. അങ്ങനെയല്ലേ? മക്കൾ നോക്കിയാൽ അപ്പനമ്മയ്ക്ക് എന്ത് ചെയ്തു? അതേ പറഞ്ഞതിന്റെ സാരം അപ്പനമ്മേനെ നിങ്ങൾ നോക്കണം. കണ്ണുകൊണ്ട് നോക്കിയത് പോരാ, കഴിക്കാനും വലുതും കൊടുക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കാലഘട്ടത്തിലും കർത്താവിന് വേണ്ടി ശോഭിപ്പാൻ കഴിയും. 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു ആര്? നാം വായിച്ച കഥാപാത്രം ആരായിരുന്നു? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവർ ഒന്നുകൂടെ വായിച്ചേൻ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവർ. സ്തോത്രം. ഒരു മനുഷ്യനും ദൈവസന്നിധിയിൽ നീതി നിലനിർത്തുവാൻ കഴിയാത്ത ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആ ഭവനത്തിലെ ഭാര്യയും ഭർത്താവും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും. വായിച്ചാട്ടെ. കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ പ്രിയപ്പെട്ട ഭവനം ദൈവത്തിന് പ്രിയമുള്ളത് കൊണ്ട് വേദപുസ്തകത്തിൽ എഴുതി വെച്ചത്. ആമേൻ. സ്തോത്രം. സക്കറിയാവ്, ആമേൻ, എലിസബത്ത് എന്ന് പറയുന്ന ഭവനം ഇത്രത്തോളം നീതി നിലർത്തി ദൈവത്തെ സ്നേഹിച്ച് ദേശത്ത് കർത്താവിന് സാക്ഷ്യമുള്ള ആമേൻ ഒരു ഭവനമായി നിൽക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചറിയുന്ന ഒരു കുറവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അടുത്ത പദം നമുക്കെല്ലാവർക്കും സുപരിചിതമാ. അവരുടെ ജീവിതത്തിൽ നാളുകളായുള്ള നിന്ദയുടെ വിഷയമാ. ആമേൻ. ജനത്തിന്റെ മധ്യേ പരിഹാസ വിഷയമായി നിൽക്കുകയാണ്. പലപ്പോഴും കുഞ്ഞുങ്ങളൊക്കെ മാതാപിതാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രത്തോളം പപ്പായും മമ്മിയൊക്കെ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് എന്തേ ഇങ്ങനെ വന്നത് അല്ലേ? എന്തിനാ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത്? എന്തെങ്കിലും ഒരു നന്മയുണ്ടോ? എന്തെങ്കിലും ഒരു വെള്ളി വെളിച്ചം കാണുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ചെറിയ കൈപ്പത്തി പോലെ എന്തെങ്കിലും കാണുന്നുണ്ടോ? നാളുകളായില്ലേ കഷ്ട, നാളുകളായില്ലേ പ്രതിസന്ധി. അപ്പോൾ ആമേൻ, സക്കറിയാവിനും എലിസബത്തിനും നമ്മോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. നോക്കിയേൻ, ആമേൻ, നേരും നെറിവുമുള്ളവരായി നിഷ്കളങ്കതയോടെ നീതി പ്രവർത്തിച്ച് ദൈവത്തിന് കൊള്ളാകുന്നവരായി ഞങ്ങൾ നിൽക്കുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ശൂന്യതയുടെ അനുഭവമുണ്ട്, ഇല്ലായ്മയുടെ അനുഭവമുണ്ട്. എങ്കിലും ആമേൻ, അടുത്ത വാക്യം ഇപ്രകാരമാ. ആമേൻ, ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്തെന്നറിയാമോ? സകല കൽപ്പനകളിൽ ഒന്നുപോലും കർത്താവിന് അവരെ പറ്റി കുറവ് പറയാനില്ലെന്ന്. സ്തോത്രം. ഇങ്ങനെയാ ഭവനങ്ങൾ വേണ്ടത്, ഇങ്ങനെയാ വ്യക്തികൾ കർത്താവിന് വേണ്ടി നിൽക്കേണ്ടത്. അത് പറയാനാ ഞാൻ വന്നത് കേട്ടോ. സ്തോത്രം. ഇങ്ങനെയാ നാം നിൽക്കുന്നെങ്കിൽ ഉശിരോടെ നിന്നോണം. ആമേൻ. നെഞ്ചും നെറ്റിയും കാണിച്ച കർത്താവിന് വേണ്ടി നിന്നോണം.
ആമേൻ ദേശത്തെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ ആമേൻ വെള്ള ഷർട്ട് ഇട്ടത് കൊണ്ടായില്ല. ആമേൻ ഹാബേൽ പറഞ്ഞതുപോലെ പാപം എന്റെ വാതിൽക്കൽ ഇല്ല കേട്ടോ. ആമേൻ സ്തോത്രം. ആമേൻ ഞാൻ ഈ പുറത്തിറങ്ങിയാലും ആ പാപം എന്നെ ഒന്നും ചെയ്യുകയില്ല. കാരണം ഞാൻ ദൈവസന്നിധിയിൽ നിർമ്മല മനസാക്ഷിയോടെ ദൈവത്തെ സ്നേഹിക്കുന്നവനാ. സെക്കരിയാവ് പറയും, ഞാനും എന്റെ ഭാര്യയും ആമേൻ നീതി നിലനിർത്തി കർത്താവിന്റെ സകല കൽപ്പനകളിലും. എത്ര കുടുംബത്തിന് പറയാൻ പറ്റും? ഈ കൈ പൊക്കിയ എന്നെയും കൂടെ ഇൻക്ലൂഡാ, ഞാനും കൂടി അതിനകത്ത് പെട്ടിട്ടുണ്ട്. എത്ര കുടുംബങ്ങൾക്ക് പറയാൻ പറ്റും? പ്രിയ കുഞ്ഞുങ്ങളെ, ആമേ നാം എണ്ണത്തിൽ ചുരുക്കമെങ്കിലും പ്രിയപ്പെട്ടവരെ, ആമേ സ്തോത്രം, ദേശത്തിന്റെ മധ്യേ നാം കുടുംബമായി ആമേ ദൈവസന്നിധിയിൽ സകല കൽപ്പനകളിലും നീതിയോടെ നിന്ന് കഴിഞ്ഞാൽ ദൂതൻ ഇറങ്ങി വരും. വിശ്വസിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൂതൻ ഇറങ്ങി വരും. ഷാജി പറയേ, ദൂതൻ ഇറങ്ങി വന്ന് വിടുവിച്ചതാ. പ്രൈസ് ഗോഡ്. എല്ലാ എങ്കിൽ ഈ കസാരയിൽ ഇരിക്കത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങി വന്ന് വിടുവിച്ചതാ. കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മയുടെ അനിയത്തി പയറുമണി പോലെ ഓടി നടന്നത്. നമ്മുടെ ഭാഷയിൽ അങ്ങനെയല്ലോ, പയറുമണി പോലെ ഓടി നടന്നതാ. സ്തോത്രം. ചെറിയൊരു സ്ട്രോക്ക്, ചെറിയൊരു കറക്കം. അപ്പോൾ കറങ്ങിയപ്പോൾ മകള് പറഞ്ഞു, വന്ന ഹോസ്പിറ്റലിൽ അമ്മയെ ഒന്ന് കാണിച്ചേക്കാം. ഇവരാണെങ്കിൽ ഇങ്ങനെ ജില്ല് പോലെ ഓടി നടക്കുന്ന ഒരു അമ്മയുടെ അനിയത്തി, ഓടി നടക്കുന്നവരാണ്. സ്തോത്രം. മെഡിക്കൽ കോളേജിൽ വേണ്ടി ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കറക്കത്തിൻ്റെ കാരണം BP സ്ട്രോക്ക് വന്നാന്ന് പറഞ്ഞു. സ്ട്രോക്ക് കൊണ്ട് നിന്നില്ല. ഡോക്ടർ പറഞ്ഞു ഒരു ബ്രെയിൻ ഒന്ന് ഓപ്പൺ ചെയ്ത് ഈ ഭാഗം ഒന്ന് തലയോട്ടി ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ട്യൂമർ ഉണ്ട്. സ്തോത്രം. അമ്മേൻ. ഇന്നലെ അത് ബയോപ്സിക്ക് എടുത്ത് അയപ്പാനിടയായി. ഞങ്ങൾ പ്രാർത്ഥിക്കൊന്നും അനർത്ഥമായി തീരരുതേ. പ്രിയപ്പെട്ടവരെ, ചില കറക്കങ്ങളൊക്കെ നമ്മളുണ്ട്. തലക്കറക്കമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോയാൽ, പല രോഗങ്ങളും പല വേദനകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോയാൽ നാം പിടിച്ചോടത്തൊന്നും നിൽക്കത്തില്ല. പക്ഷെ സ്വർഗം നമ്മെ നടത്തുന്നതാ. അമ്മേൻ. അതിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? അമ്മേൻ. നമ്മുടെ കഴിവോ നമ്മുടെ ശക്തി ഒന്നുമില്ലെന്ന് അമ്മേ ദൂതൻ ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുന്നതാ. പ്രൈസ് ഗോഡ്. അല്ലെങ്കിൽ പലർക്കും ഈ പ്രയാസങ്ങൾ അമ്മേ ജീവിതത്തിൽ ദുഃഖമായി തീരുമ്പോൾ നമുക്കൊക്കെ ദൈവസന്നിധിയിൽ സന്തോഷിപ്പാൻ ദൈവം വക തരുന്നത്, നമുക്ക് പുറകിൽ പ്രാർത്ഥിക്കുന്ന അമ്മേ ചില കൂട്ടങ്ങളുണ്ട്. അകത്ത് സെക്കരിയാവ് പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പുറത്ത് ജനം എന്ത് ചെയ്യുകയായിരുന്നു? വായിച്ചേ. ഗ്ലോറി ടു ഗോഡ്. ജനം മുഴുവനും പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുക. ജനമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുക. സ്തോത്രം. സെക്കരിയാവ് സകല കൽപ്പനകളിലും ആമേൻ ഹല്ലേലൂയ നീതിയോടെ നടന്നുകൊണ്ട് മാത്രമല്ല, അവന്റെ പുറകിൽ സപ്പോർട്ട് ചെയ്യുന്ന ആമേൻ ജനമുണ്ട് കേട്ടോ. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിന്നത് ആമേൻ നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല. ഇവിടെ സഹോദരിമാരുടെ മീറ്റിംഗ് എന്നും പറഞ്ഞ്, വെള്ളിയാഴ്ച മീറ്റിംഗ് എന്നും പറഞ്ഞ് പല നിലയിൽ പ്രാർത്ഥനകൾ നടക്കുന്നത് കൊണ്ടാ ഈ പ്രാർത്ഥനയുടെ ചങ്ങല ഈ ദിവസങ്ങൾ പൊട്ടിപ്പോകാതെ നിലനിർത്തുന്നത് കൊണ്ടാ ചിലതിനെ സ്വർഗം ജീവനിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. നമ്മുടെ കഴിവോ മിടിക്കൊന്നുമല്ല, അപ്പന്റെ മഹാകരുണൊന്നു മാത്രമാ. നാം തളർന്നു പോകാതെ, നശിച്ചു പോകാതെ, തകർന്നു പോകാതെ നമുക്ക് വേണ്ടി ആരൊക്കെയോ രാത്രിയുടെ യാമങ്ങളിൽ കരയുന്നുണ്ട് കേട്ടോ. നമുക്കൊക്കെ വേണ്ടി ആരൊക്കെയും ദൈവസ്ഥലിൽ കണ്ണുനീര് പൊടിക്കുന്നുണ്ട്. നമുക്കൊക്കെ വേണ്ടി ആരൊക്കെ ഇടിവിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ആരൊക്കെയോ ദൈവസ്ഥലിൽ ഉപവസിക്കുന്നുണ്ട്. ഓ യേശുവിന്റെ നാമത്തിൽ ആരൊക്കെയോ നമുക്ക് വേണ്ടി മുട്ടുമടക്കുന്നുണ്ട്. കുഞ്ഞെ, ദൈവം നിന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നത് ആരുടെയൊക്കെ കണ്ണുനീരാ. ഈ ദിവസങ്ങൾ അഹങ്കരിപ്പാനോ നിഗളിപ്പാനോ നമുക്ക് വകയില്ല. അമേ സ്വർഗത്തിലെ ദൈവം നമ്മോട് കരുണ കാണിക്കുന്ന ദൈവമാ. ഇനി എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം അവിടെയാണ്. ഈ സെക്കരിയാവിനോട് എന്താ ദൂതൻ പറഞ്ഞത്? അതൊന്ന് വായിച്ചേ. സെക്കരിയാവെ ഭയപ്പെടേണ്ട, മതി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സത്യത്തിൽ വൃദ്ധരായിരുന്നു ആര്? ഈ സെക്കരിയാവും എലിശബത്തും വയസ്സ് ചെന്നവരാ. അവരെങ്ങനെയായിരുന്നു? വയസ്സ് ചെന്നവരാ. സത്യം പറഞ്ഞാൽ വയസ്സ് ചെന്നെന്ന് പറയുമ്പോൾ നമ്മളൊരു എത്ര വയസ്സ് ഉള്ളവരെ നമ്മൾ വയസ്സ് ചെന്നെന്ന് പറയുക? എന്നെ പോലെ ഒരു 50 വയസ്സിനടുത്ത് നിൽക്കുന്ന ആളെ ആ പാസ്റ്റർ വയസ്സൻ പാസ്റ്ററാന്ന് പറയുമോ നിങ്ങൾ? നിങ്ങൾ പറയൂ ഞങ്ങളുടെ പാസ്റ്റർ ഇച്ചിരി വയസ്സനാന്ന് പറയും. നിങ്ങൾ എപ്പോഴും പറയും ചെറുപ്പക്കാരനാണ്. നിങ്ങളെ ഉറക്കം പോകാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ ചെറുപ്പമൊന്നുമല്ല. നിങ്ങളുടെ ഉറക്കം പോകാൻ വേണ്ടി എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാ. സ്തോത്രം. നമ്മളൊരു 70 വയസ്സ് പിടിച്ചോ. ഒരു 70 ഒക്കെ കഴിയുമ്പോൾ, 70 കഴിഞ്ഞവരും ഞങ്ങളോട് പരിഭവം വിചാരിക്കരുതേ.
സ്തോത്രം. അങ്ങനെ അത് നാട്ടു നടപ്പായതുകൊണ്ട് ഞങ്ങൾ പറയും 70 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഞങ്ങൾ എന്ത് പറയും, ഒന്ന് വയസ്സ് ചെന്നു എന്നൊക്കെ പറയും. ജോൺസേട്ടാ, അപ്പോൾ ഈ 70 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒരു വയസ്സ് ചെന്നു. അപ്പോൾ നമ്മളൊന്ന് ഉദ്ദേശിക്കും, ഈ സെക്കരിയാവിനും എലിശബത്തിനും ഒരു 70 വയസ്സിന് മുകളിൽ പ്രായം കാണും അല്ലേ? ദൂതൻ പറഞ്ഞത് എന്താണ്? സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? കല്യാണം വേണമെങ്കിൽ ഒരു 25 വയസ്സിൽ കഴിഞ്ഞ് കാണും. കാരണം ശുശ്രൂഷ സ്ഥാനത്ത് നിൽക്കുന്നത് പാസ്റ്റർമാരൊക്കെ നേരത്തെ പിടിച്ച് കെട്ടിക്കും, എന്നൊക്കെ കെട്ടിച്ച പോലെ. പരവും വിചാരിക്കേണ്ട, നിങ്ങളുടെ ചിന്ത എന്നിൽ നിന്ന് ചിതറാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞതാ. സ്തോത്രം കേട്ടോ. അതുകൊണ്ട് മക്കള് ഒന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് പപ്പയും അമ്മയോടും പറയരുത് പാസ്റ്റർ നേരത്തെ കെട്ടി, അതുകൊണ്ട് ഞങ്ങളെ നേരത്തെ കെട്ടിച്ചോണമെന്നൊന്നും പറഞ്ഞേക്കരുത്. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കണമേ, ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ രസകരമായൊരു അനുഭവം തോന്നി. ഒരു എനിക്കറിയാവുന്ന പരിചയമുള്ള ഒരാളുടെ പേരത് പറയുന്നില്ല, ഇവിടെയല്ല, വേറെ പുറത്ത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ പരീക്ഷ എഴുതിയിട്ട് ജയിച്ചില്ല. അപ്പോൾ ഏകദേശം ഒരു 27 വയസ്സ് കഴിയാറായി. അപ്പോൾ അവന് അമ്മ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, അവനിപ്പോൾ പെണ്ണ് ആലോചിക്കുക. എന്താ? അപ്പം പറഞ്ഞു, അവന് പരീക്ഷ എഴുതിയിട്ടൊന്നും പാസ് ആകുന്നില്ല കേട്ടോ. സ്തോത്രം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എല്ലാവരും നിർബന്ധിക്കുക, എത്രയും വയസ്സായാലും അവൻ എങ്ങനെയും. അപ്പോൾ ഈ സെക്കരിയാവിനോട് സെക്കരിയാവ് പറയും, ഒരു 20 വയസ്സ് മുതലാണ് ആണുങ്ങൾ എന്നുള്ള രീതിയിൽ യഹൂദന്മാർ കണക്കെടുന്നത്. ആ നിലയിലാണെങ്കിൽ അതിന് ഒരു 25 വയസ്സിൽ കെട്ടിച്ച് കാണുമെന്ന് ചിന്തിച്ചു. അപ്പോൾ ഒരു 70 വയസ്സ് പ്രായമുണ്ട്, 70 75 ആകട്ടെ. എന്നാലും നമ്മുടെ ഒരു ആവറേജ് കണക്കെടുത്താൽ ഒരു 45-50 വർഷമായി ഈ പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ വൃദ്ധനായിട്ടും, അതാണ് വിശ്വാസം കേട്ടോ, ഈ വൃദ്ധനായിട്ടും സെക്കരിയാവ് ആമേ സ്തോത്രം മുഴുവൻ ജനത്തിന്റെയും പാപം ആമേൻ ദൈവമേ പരിഹരിക്കണമെന്ന് പറഞ്ഞ് ആമേൻ അകത്ത് കയറി പ്രാർത്ഥിക്കുമ്പോഴും ഹൃദയത്തിനകത്തൊരു തേങ്ങലുണ്ട്. ആമേ സ്തോത്രം, ഞാനിവിടെ മരിച്ചു വീണാൽ എനിക്കൊരു സന്തതിയില്ലല്ലോ എന്ന് പടുവൃദ്ധനായ ആമേ സെക്കരിയാവ് ആ നിമിഷം വരെയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അവനൊന്നറിയാം, ഞാൻ സേവിക്കുന്ന ദൈവം അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാ. ആമേ വയസ്സ് എനിക്ക് ദീർഘമായാലും ആമേ അതിനകത്തു നിന്ന് എനിക്കൊരു പൈതലിനെ തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് സാധിക്കുമെന്ന് താൻ വിശ്വസിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ദൂതൻ പറഞ്ഞ കാര്യം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. നമ്മളോടാണെങ്കിൽ വലുതും പറയൂ, കാരണം നമ്മൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു വിട്ടു. ഇവിടെ ഏതാ 45 വയസ്സിൽ പ്രാർത്ഥിച്ചു കാണും, 50 വയസ്സ് വരെ പ്രാർത്ഥിച്ചു കാണും, 60 വയസ്സ് വരെ പ്രാർത്ഥിച്ചു കാണും. ഇപ്പോൾ അതാ 70 വയസ്സായി. 70 വയസ്സ് കഴിഞ്ഞിട്ടും സെക്കരിയാവും എലിശബത്തും ആമേൻ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക. എപ്പോൾ ദൈവത്തിന്റെ കരം വെളിപ്പെടും? എപ്പോൾ എന്നെയും എന്റെ കുടുംബത്തിന്റെയും നിന്നയെ മാറ്റും? എപ്പോൾ എന്റെ കുടുംബത്തിന് വേണ്ടി ദൈവം കരുതും? എപ്പോൾ എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും? ചില വിഷയങ്ങൾക്ക് വേണ്ടി ആമേൻ ചില നാളുകളായി ഇടിവി നിൽക്കുന്ന ചില മാതാപിതാക്കൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ചില പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവമേ ഹല്ലേലൂയ, പ്രത്യാശ കൈവിടാതെ, വിശ്വാസത്തിൽ കൈമോശം വരാതെ ഈ ദിവസങ്ങൾ ആ പ്രാർത്ഥന വിഷയങ്ങളെ ഒന്നുകൂടെ ദൈവകരങ്ങളൊന്ന് ഏൽപ്പിച്ച് ആമേൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുതേ. ആമേൻ നിന്റെ പ്രത്യാശയ്ക്ക് മുടക്കം വരരുതേ. ദൈവസ്ഥലം നിന്റെ ആഴമേറിയ വിശ്വാസത്തിന് മുടക്കം വരരുതേ. ആമേൻ ഈ ദിവസങ്ങൾ ആമേൻ ഹല്ലേലൂയ സ്വർഗം തന്നെ ദൂതനെ ഇറക്കി തന്നെ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാ. വിശ്വസിക്കുന്ന കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അത് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നത് അവന് പേരിടണമെന്ന് സ്വർഗം തീരുമാനിച്ചു. അല്പം വൈകിയാലോ എന്തേ? പേരിട്ടത് സ്വർഗമല്ലേ? സ്തോത്രം. അല്ലേ? ദൂതനല്ലേ പേര് പറഞ്ഞു കൊടുത്തത് പേരിടാൻ അല്ലേ? ഉത്തരം അല്പം വൈകിയെങ്കിലും ഇസ്രായേലിൽ മറ്റാർക്കും ലഭിക്കാത്ത ഭാഗ്യമാ ഈ അപ്പച്ചനും അമ്മച്ചിക്കും ലഭിച്ചത്. ആമേൻ പേരിട്ടു. സ്വർഗത്തിലെ ദൂതനാ പേരിട്ടത്. ആമേൻ സ്തോത്രം. ഇന്ന് പല കണിശന്മാരും ആമേൻ, ഇന്ന് പല ആമേൻ പള്ളിയിലെ അച്ഛന്മാരും ആമേൻ പെന്തക്കോസ്തല വിശ്വാസികൾക്ക് പേരിടുന്നുണ്ട്. ആ കാര്യമല്ല പറഞ്ഞത് കേട്ടോ. സ്തോത്രം. പലരും വിളിച്ചു നോക്കി, അച്ഛാ ഇതെങ്ങനെയുണ്ട്, പലരും ജാതകം ഇതെങ്ങനെയുണ്ട്, അതിനൊത്തൊരു പേര് പറഞ്ഞ് എന്നൊക്കെ നോക്കുന്നവർ നമ്മുടെ ഇടയിൽ ഇല്ല. എങ്കിലും സ്തോത്രം, ഇതാ സ്വർഗം ആമേൻ ഹല്ലേലൂയ തനിക്ക് വേണ്ടി ഒരു പേരിടുകയാ. ഈ പകൽ ആമേൻ ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥന ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി
നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദീർഘവർഷങ്ങളായി നീ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. സ്വർഗമേ, ആരോട് ഇത് പറയും? എൻ്റെ നിന്നയാണിത്. അമ്മേൻ, ഇതാരോട് പറയും? മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനും എൻ്റെ ഭാര്യയും ഒരു നിന്ന പാത്രമായി പല കുടുംബങ്ങൾ വേദനിക്കുന്നുണ്ട്. അമേൻ, ആരോട് പറഞ്ഞാൽ ആമേൻ ഒരു വഴി കാണുന്നില്ലല്ലോ, ഒരു വാതിൽ തുറന്നു വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നാളുകളായുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം തന്റെ ദൂതനെ തന്നെ ഇറക്കി പ്രവർത്തിപ്പാൻ അതിനൊരു വില കൊടുക്കേണ്ടി വന്നു. അവർ ദൈവസന്നിധിയിൽ സകല കൽപ്പനകളിലും ആമേൻ ദൈവത്തിന് കൊള്ളാകുന്നവരായി നിന്നതുകൊണ്ടാണ് ദൂതൻ ഇറങ്ങിയത്. വിഷയങ്ങൾക്ക് ദൂതൻ ഇറങ്ങണമോ എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരണമോ? എന്നാൽ ഈ ദിവസങ്ങളിൽ തീരുമാനമെടുത്തു, ദൈവമേ സകല കൽപ്പനകൾക്കും ഞാനും എൻ്റെ കുടുംബവും ആമേൻ ദൈവത്തിന് ഹിതനൊത്തോണം ഓടിക്കൊള്ളാം. അമ്മീൻ, അങ്ങനെയെങ്കിൽ അമ്മീൻ ഭക്തൻ പ്രാർത്ഥിച്ചത് പ്രകാരമല്ലേ? അമ്മീൻ, നിന്റെ വചനം അയച്ച് 119 സങ്കീർത്തനത്തിൽ പ്രകാരമല്ലേ വായിച്ചു? നിന്റെ വചനം അയച്ച് ഞങ്ങളെ ജീവിപ്പിക്കണമേ. അമ്മീൻ, സ്തോത്രം. സ്വർഗം തയ്യാറാ, നാം തയ്യാറാണോ എന്നുള്ള കാര്യം. സ്വർഗം തയ്യാറാ, നാം തയ്യാറാണോ എന്നുള്ള കാര്യം. ആമേൻ, സ്തോത്രം. ഈ ദിവസങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന രോഗങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശ കൈവിടരുത്. ആമേൻ, തന്റെ ദാസിക്ക് ദൈവം ഒരു സൗഖ്യം നൽകട്ടെ യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ടാണ് ഞാൻ മധ്യ പ്രകാരം എടുത്തു പ്രാർത്ഥിച്ചത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ വിശ്വാസം ആമേൻ നഷ്ടപ്പെടുവാൻ ഇടവരരുത്. നാം അത് കൈമുതലാക്കി തന്റെ ദാസിക്കായി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അതിശക്തമേറിയ കരം തന്റെ ദാസിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടട്ടെ. ആമേൻ, ഹല്ലേലൂയ. വിശ്വാസത്തിന് വേണ്ടി ഏറിയ വർഷങ്ങളായി മരുന്നെടുക്കാതെ നിൽക്കുന്ന തന്റെ വിശ്വാസത്തെ മാനിപ്പാൻ സ്വർഗത്തിന് കഴിയുമെങ്കിൽ ആമേൻ ഒരു അത്ഭുതം പ്രവർത്തിച്ചാൽ ഈ ദേശത്ത് ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുന്ന രീതിയിൽ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ടാൽ ഈ ദിവസങ്ങൾ തന്നെ ദൈവം തന്നെ ദൂതനിറക്കി ഒരു അത്ഭുതം പ്രവർത്തിച്ച് സ്വർഗം ചില വിഷയങ്ങൾക്ക് പരിഹാരം കൽപ്പിപ്പാൻ. Thank you, Jesus. Thank you, Jesus. ആമേൻ, ഹല്ലേലൂയ. അതിനായി നമുക്ക് ദിവസങ്ങൾ ഒരുങ്ങാം. ഈ കുടുംബത്തെ പോലെ സകല കൽപ്പനകളിൽ ദൈവത്തിന് വേണ്ടി കൊള്ളാകുന്നവരായി നടന്നതുപോലെ ഈ ആധുനിക ലോകത്തിലും ആമേൻ സ്തോത്രം കർത്താവിന് വേണ്ടി നിൽപ്പാൻ ദൈവം നമ്മുടെ സഭയിലെ ഓരോ വിശ്വാസ മക്കളെയും സഹായിക്കട്ടെ. അതിനായി ദൈവം ഓരോരുത്തരും ബലപ്പെടുത്തട്ടെ. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. തുടർന്ന് നാം ദൈവസന്നിധിയിൽ കേൾക്കപ്പെട്ട വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ പ്രിയ ശമൂവേൽ പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് ആമേൻ പ്രാർത്ഥിച്ച് ആശീർവാദം.